വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇജു ഈസ് SLC എക്സാം മാർച്ച് 2024-25 കെമിസ്ട്രി എക്സാമാണ് നമുക്ക് മൺഡേ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനാലിസിസുമാണ് ഞാൻ നടത്തുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഈ ചാനൽ നിങ്ങൾ മാക്സിമം ഈ ചാനലിലെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പോലെ നമുക്ക് പറയാം, 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 8 carries 1 score. First question, what is the maximum number of electrons that can be accommodated in F subshell? F subshellil ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. 2 ആണോ, 6 ആണോ, 10 ആണോ, 14 ആണോ? ആൻസർ ഈസ് 14. 14 കേട്ടോ. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14. തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ ആൽക്കീൻ ഏതാണ്? ഐഡൻറ്റിഫൈ ദ ആൽക്കീൻ എമംഗ് ദ ഗീവൻ ഹൈഡ്രോ കാർബൺസ്. ആൽക്കീൻ ആണ് കേട്ടോ. ആൽക്കീൻ ENE ആണ് ആൽക്കീൻ. തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ ആൽക്കീൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. C2H6, C2H4, C2H2, CH4. ആൻസർ ഏതാണ്? C2H4 ആണ്. തേർഡ് ചോദ്യം, metals like gold, platinum are found in the native state in the earth crust. Why? പ്ലാറ്റിനം, ഗോൾഡ് എന്നിവ ഭൂവൽക്കത്തിൽ സ്വതന്ത്രമായാണ് കാണപ്പെടുന്നത്. അതിനുള്ള കാരണം എന്താണ്? എന്താണ് കാരണം? ഒരൊറ്റ വാചകത്തിൽ എഴുതാം. എന്താണ്? ക്രിയാശീലത കുറവായതിനാലാണ് പ്ലാറ്റിനം, ഗോൾഡ് എന്നിവ ഭൂവൽക്കത്തിൽ എന്താണ് സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈ മെറ്റൽസ് ഒക്കെ, ദീസ് മെറ്റൽസ് ആർ ലെസ് റിയാക്റ്റീവ്, സോ ദേ ആർ നോട്ട് ഫോമിങ് ഇൻ കോമ്പൗണ്ട്സ് ആർ ഫൗണ്ട് ഇൻ നേറ്റീവ് സ്റ്റേറ്റ്. ലെസ് റിയാക്റ്റീവ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ചോദ്യം. അടുത്തത് 4ാമത്തെ ചോദ്യമാണ്. 1 gram atomic mass, 1 GAM of any element contains dash atom. 1 gram അറ്റോമിക് മാസ്, അതായത് 1 GAM ഏത് മൂലകം എടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. 6.022 × 10⁻23 അല്ലേ? അതാണ് നമ്മുടെ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമർ തിരഞ്ഞെടുക്കുക. എന്തൊക്കെയാണ്? വിനൈൽ ക്ലോറൈഡ്, ഈഥീൻ, ഐസോപ്രീൻ, ടെട്രാഫ്ലൂറോ ഈഥേൻ. ഇംഗ്ലീഷിലാണെങ്കിൽ സെലക്ട് ദ മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ. റബ്ബർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ആൻസർ എന്താണ്? വിനൈൽ ക്ലോറൈഡ് ആണോ, ഈഥീൻ ആണോ, ഐസോപ്രീൻ ആണോ, ടെട്രാഫ്ലൂറോ ഈഥേൻ ആണോ? ഏതാണ്? ഐസോപ്രീൻ ആണ്. അടുത്ത ചോദ്യം, അമോണിയ വാതകം ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന ശോഷകാരം ഏത്? വിച്ച് ഈസ് ദ ഡ്രൈയിങ് ഏജൻറ്റ് യൂസ്ഡ് ടു റിമൂവ് മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ അമോണിയ ഗ്യാസ്? നമുക്കറിയാവുന്നത് തന്നെയാണ് അല്ലേ? ഇതാണ് നീറ്റുകക്ക എന്നറിയപ്പെടുന്നത്. ഏതാണ്? നമ്മുടെ നീറ്റുകക്കയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്ക് ലൈം എന്നും അതിനെ അറിയപ്പെടാറുണ്ട്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം, ഇരുമ്പ് വളയിൽ വെള്ളി ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ് ചോദ്യം? വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ടു ഇലക്ട്രോപ്ലേറ്റ് സിൽവർ ഓൺ ആൻ അയൺ ബാങ്കിൾ? ആൻസർ ഏതാണെന്ന് അറിയാവുന്നത് തന്നെയാണ്. ഏതാണ്? AgNO3 അല്ലേ? AgNO3 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം, ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? ഗാൽവനിക് സെൽ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഗാൽവനിക് സെൽ? നമുക്കറിയാം ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച്, ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി അല്ലേ? രാസോർജ്ജത്തെ എന്താണ്? വൈദ്യുതി ഊർജ്ജമാക്കി മാറ്റുന്നു. ഇത്രയും 8 മാർക്കിൻ്റെ, അതായത് ഓരോ മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ്, 8 മാർക്ക് നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വലിയ ടഫൊന്നുമില്ല. ജയിക്കാനുള്ള ഒരാൾക്കാണെങ്കിൽ ഈ ആദ്യത്തെ 8 മാർക്ക് തന്നെ കിട്ടിയാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? കെമിസ്ട്രി ഓൾറെഡി
നിങ്ങൾ പാസ്സായിരിക്കും. നല്ല മാർക്കുള്ളവരൊരിക്കലും 8 മാർക്ക് സ്കോർ ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജയിക്കണം എന്നുള്ളവർക്ക് ആദ്യത്തെ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജയിക്കാനായിട്ട് സാധിക്കും. നമുക്കിനിയും അടുത്ത സെക്ഷനിലേക്ക് പോകാം. അതായത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 9 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഓരോന്നിനും 2 സ്കോർ വീതമാണ് ഉള്ളത്. ഈച്ച് ക്വസ്റ്റ്യൻ ഫ്രം 9 to 16 ക്യാരീസ് 2 സ്കോർസ്. 9ാമത്തെ ചോദ്യം, ഉരുകിയ സോഡിയം ക്ലോറൈഡ് വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ ആനോഡിൽ ഉണ്ടാകുന്ന വാതകമേത്? വെൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഈസ് ഇലക്ട്രോലൈസ്ഡ്, വിച്ച് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ് അറ്റ് ദ ആനോഡ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ തന്നെയാണ്. ആൻസർ എന്താണ്? ക്ലോറിനാണ് അവിടെ ഉണ്ടാകുന്നത്. അടുത്തത്, കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. അവിടെ കാഥോഡിൽ നടക്കുന്ന ആ ഒരു പ്രവർത്തനത്തിൻ്റെ എന്താണ്? രാസസമവാക്യം എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ്. കാഥോഡിൽ നടക്കുന്ന കെമിക്കൽ ഇക്വേഷൻ എന്താണ്? രാസസമവാക്യം ഏതായിരിക്കും അവിടെ നടക്കുന്നത്? Na പ്ലസ് ഇ മൈനസ് ഗീസ് Na അല്ലേ? Na പ്ലസ് ഇ മൈനസ് ഗീസ് Na. അതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ചുവടെ നൽകിയിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ക്രോമിയം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോമിയം നമ്മുടെ കോപ്പറിൻ്റെ ഒക്കെ എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. ക്രോമിയത്തിൻ്റെ Cr24 ശരിയായ ഇലക്ട്രോൺ വിന്യാസം തിരഞ്ഞെടുത്ത് എഴുതുക. 2 ഏതാണ് കറക്റ്റ് ആൻസർ? 1s2 2s2 2p6 3s2 3p6 3d4 4s2 ആണോ? അതോ 1s2 2s2 2p6 3s2 3p6 3d5 4s1 ആണോ? കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്? 1s2 2s2 2p6 3s2 3p6 3d5 4s1 ആണ് കേട്ടോ. 3d5 4s1 ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ അതേ ആൻസർ തന്നെയാണ്. അപ്പം പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമില്ല. അതിലെ ആൻസർ എ ചോദ്യത്തിൻ്റെ ആൻസർ 1 ആണോ 2 ആണോ എന്ന് വെച്ചാൽ 2 ആണ്. ഇനി അതിൻ്റെ ബി ചോദ്യം, ഈ ഇലക്ട്രോൺ വിന്യാസം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ ഈ ഒരു 3d4 പകരം 3d4 ഉണ്ട് 3d5 ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ 3d5 തിരഞ്ഞെടുത്തത് അല്ലേ? വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദിസ് സെക്ഷൻ? ഈ സെക്ഷൻ നമ്മൾ ഇത് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്താണ്? എന്തായിരിക്കാം പ്രധാന കാരണം? നമുക്കറിയാം, സബ്ഷെല്ലിൽ പകുതി ഇലക്ട്രോൺ നിറഞ്ഞാൽ നമുക്ക് എന്താ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത ലഭിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് സെലക്ട് ചെയ്തത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ അത് പറയാനായിട്ട് പറ്റും? എന്താ പറഞ്ഞാൽ മതി? ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ്. ഒറ്റ വാചകം എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് ലഭിക്കും. അടുത്ത 11ാമത്തെ ചോദ്യം, 2 രാസസമവാക്യങ്ങളാണ് നമുക്ക് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, തന്നിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? കംപ്ലീറ്റ് given below are 2 chemical equations. 2 chemical equations നൽകിയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 gives A. ആ എ എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ബി, എ പ്ലസ് ആ എ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടിയ ആൻസറാണ്. അത് നമ്മളവിടെ എഴുതണം. എ പ്ലസ് Cl2 ഗീവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ്? സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസിൽ ബി പ്ലസ് HCl. എയും ബിയും ഏതെല്ലാം സംയുക്തങ്ങളാണെന്ന് തിരഞ്ഞെടുക്കുക. ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട്സ് എ ആൻഡ് ബി. എ എന്താണ്, ബി എന്താണ്, അതാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 ആണെങ്കിൽ നമുക്കവിടെ എന്താണ് ലഭിക്കുന്നത്? അവിടെ നമുക്ക് H2 കൂടെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി മാറും? CH3 എന്താണ്? സിംഗിൾ ബോണ്ട് CH3. ദാറ്റ് മീൻസ് ഈതേൻ ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്? ലഭിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ ആ CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? CH3 സിംഗിൾ ബോണ്ട് CH2 പ്ലസ് HCl. അതായത് അവിടെ ക്ലോറോ ഈതേൻ നമുക്ക് എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. അടുത്തത് 12ാമത്തെ ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. നോക്കിയേ, സൾഫ്യൂരിക് ആസിഡിൻ്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൻ്റെ ഫ്ലോ ചാർട്ട് നൽകിയിരിക്കുന്നു. അത് എന്ത് ചെയ്യുക? പൂർത്തീകരിക്കുക.
നോക്കിക്കേ, ദ ഫ്ലോ ചാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ഗിവൻ, കംപ്ലീറ്റ് ഇറ്റ്. നോക്ക്, സൾഫർ എന്തിൻ്റെ പ്രസൻസിൽ, O2ൻ്റെ പ്രസൻസിൽ നമുക്ക് എന്താണ് അവിടെ ലഭിക്കുന്നത്, എ എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ABC അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് പറയാം. അതിൻ്റെ പ്രസൻസിൽ, O2ൻ്റെ പ്രസൻസിൽ 450 ഡിഗ്രി സെൽഷ്യസ് V2O5, നമുക്കറിയാം വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ SO3 ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4, പിന്നെ നമുക്കവിടെ B എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് ആൻസർ കിട്ടുന്നത്, ഇൻ ദ പ്രസൻസ് ഓഫ് H2O, ഏറ്റവും അവസാനം H2SO4 ലഭിക്കുന്നു. ഇനി നമുക്കതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ ലഭിക്കുന്നത്, സൾഫർ O2ൻ്റെ പ്രസൻസിൽ നമുക്ക് കിട്ടുന്നത് SO2 ആണ്. അപ്പോൾ എയുടെ ആൻസർ എന്താണ്, SO2 അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് O2 450 ഡിഗ്രി സെൽഷ്യസ് വനേഡിയം പെൻറ്റോക്സൈഡ്, നമുക്ക് എന്ത് കിട്ടുന്നു, SO2ൻ്റെ കൂടെ O2 കൂടെ വരുമ്പോൾ എന്താണ് അവിടെ SO3 ആകുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4, നമുക്ക് അവിടെ എന്താണ് ലഭിക്കുന്നത്, ആ ബിയുടെ ഉത്തരം എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം, H2S2O7, ദാറ്റ് മീൻസ് ഒലിയം. നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് ഒലിയം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, H2S2O7 ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് H2O, നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, H2SO4, സൾഫ്യൂരിക് ആസിഡ് നമുക്ക് അതിൽ ആൻസറായിട്ട് കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടേ പോകാം കേട്ടോ. അടുത്ത 13ാമത്തെ ചോദ്യം, ബോക്സിൽ ചില ലോഹങ്ങൾ നൽകിയിരിക്കുന്നു. ഏതൊക്കെയാണ്, Fe, Mg, Cu, Pb, Zn. ഇവയിൽ നേർപ്പിച്ച HCl-മായി തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹമേത്, പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏത്, ഇതാണ് നമ്മുടെ ചോദ്യം. ഇംഗ്ലീഷിലാണെങ്കിൽ എന്താണ്, സം മെറ്റൽസ് ആർ ഗീവൻ ഇൻ ദ ബോക്സ് Fe, Mg, Cu, Pb, Zn. വിച്ച് മെറ്റൽ എമംഗ് ദ റിയാക്ട് വിഗ്രസ്ലി വിത്ത് ഡൈലൂട്ട് HCl, വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ബൈ ദിസ് റിയാക്ഷൻ. എന്തായിരിക്കും അവിടെ, ഇവയിൽ നേർപ്പിച്ച HCl-മായി തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ആൻസർ ഈസ് മഗ്നീഷ്യമാണ് കേട്ടോ. മഗ്നീഷ്യം. പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും, നമുക്ക് ഓൾറെഡി അറിയാം, ഒരു മെറ്റലുമായിട്ട് എന്താണ്, ഏതോ ഒരു മെറ്റലുമായിട്ട് HCl-മായി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ്, വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ നമുക്ക് ഹൈഡ്രജൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യവുമാണ്. അടുത്ത 14ാമത്തെ ചോദ്യം, ഒരു ആൽക്കേനിൻ്റെ ഘടന നൽകിയിരിക്കുന്നു അല്ലേ, ഇതിൻ്റെ തന്മാത്ര സൂത്രം എന്താണ്, IUPAC നെയിമും എഴുതാനാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്, ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എന്താണ് അത് കൊടുത്തിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ആ സ്ട്രക്ചർ, ദ സ്ട്രക്ചർ ഓഫ് ആൻ ആൽക്കൈൻ ഈസ് ഗീവൻ. കാരണം ആൽക്കൈൻ എന്ന് പറയാൻ കാരണം YNE, ആൽക്കൈൻ എന്ന് പറയാൻ കാരണം തന്നെ അവിടെ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ തന്മാത്ര സൂത്രം, അതായത് മോളിക്കുലാർ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ടും കണ്ടുപിടിക്കണം, അതിൻ്റെ IUPAC നെയിമും എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, അവിടെ എത്ര കാർബൺ ആണ് ഉള്ളത്, 4 കാർബൺ ഉണ്ട് അല്ലേ, 1 2 3 4, അപ്പോൾ C4. ഇനിയും ഹൈഡ്രജൻ എത്ര എണ്ണമാണുള്ളത്, 1 2 3 4 5 6. അപ്പം നമുക്ക് എന്താ പറയാം, അവിടുത്തെ തന്മാത്ര സൂത്രം എത്രയാണ്, C4H6 ആണ് അല്ലേ, C4H6. ഇനിയും അതിൻ്റെ IUPAC നെയിം എന്താണ്, 4 കാർബൺ ആയതുകൊണ്ട് തന്നെ BUT, സിംഗിൾ ബോണ്ട്, പിന്നെന്താണ്, ഫസ്റ്റിൽ ആയതുകൊണ്ട് 1 BUT സിംഗിൾ ബോണ്ട് 1, സിംഗിൾ ബോണ്ട് എന്താണ്, അവിടെ ആൽക്കൈൻ ആയതുകൊണ്ട് YNE, അപ്പോൾ ബ്യൂട്ട് സിംഗിൾ ബോണ്ട് 1, സിംഗിൾ ബോണ്ട് YNE. ഇതാണ് അതിൻ്റെ IUPAC നെയിം. അടുത്ത ചോദ്യവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം എക്സാമിന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കുന്നതിന് 2 രീതികളാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്. ആ രീതികൾ ഏതൊക്കെയാണ്, കാൽസിനേഷനും റോസ്റ്റിംഗ് ആണ്. ഇവ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ, ദാറ്റ് മീൻസ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. അതാണ് നമ്മുടെ ചോദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് കാൽസിനേഷൻ എന്നും എന്താണ് റോസ്റ്റിംഗ് എന്നുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അപ്പം എന്താണ് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രവർത്തനമാണ് കാൽസിനേഷൻ.
അത് വായുവിൻ്റെ പ്രസൻസിലല്ല, ആബ്സെൻസിലാണ്. എന്നാൽ വായുവിൻ്റെ സാന്നിധ്യത്തിൽ, പ്രസൻസിൽ അയിരിനെ അതിൻ്റെ ദ്രവണത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? റോസ്റ്റിംഗ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇൻ കാൽസിനേഷൻ ദ ഹീറ്റിംഗ് ഈസ് ഡൺ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ആൻഡ് കാർബണേറ്റ് ഓർസ് ആർ യൂസ്ഡ് ഫോർ ദ പ്രോസസ് whereas in roasting the heating is done in the absence of air and sulfide ores are used. ഓക്കെ, ഇനിയും 16ാമത്തെ ചോദ്യമാണ്. CH4, C2H6, C3H8, C4H10 എന്നിവ ഒരു ഹോമോലോഗസ് സീരീസിലെ അംഗങ്ങളാണ്. ഹോമോലോഗസ് സീരീസിലെ എന്താണ്? അംഗങ്ങളാണ്. ചോദ്യം, 6ാമത്തെ അംഗത്തിൻ്റെ തന്മാത്രാ സൂത്രം എഴുതുക. 6ാമത്തെ അംഗത്തിൻ്റെ തന്മാത്രാ സൂത്രം എന്ത് ചെയ്യുക? എഴുതുക. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വലിയ പാടൊന്നുമില്ല. സി അവിടെ എത്ര ആയിരുന്നു? 1 ആയിരുന്നു. അടുത്തതിനകത്ത് സി 2 ആണ്. അടുത്തതിനകത്ത് സി 3 ആണ്. അടുത്തതിനകത്ത് സി 4 ആണ്. ഇനി അടുത്തതിനകത്ത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എച്ചോ 4 ആണ്. അടുത്തത് 6 ആണ്. അടുത്തത് 8 ആണ്. അടുത്തത് 10 ആണ്. അപ്പം ഇനി അടുത്തത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അടുത്തത് ഈ ഹോമോലോഗസ് സീരീസിനെ സൂചിപ്പിക്കുന്ന പൊതുവാക്യം എന്താണ്? അപ്പോൾ വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ 6th member of the series? Write the general formula of the homologous series. എന്തായിരിക്കാം അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഒരു പാടുമില്ല. എന്താണ്? 1, 2, 3, 4 ഇങ്ങനൊരു രീതിയിൽ അതെന്ത് ചെയ്യുകയായിരുന്നു? പോവുകയായിരുന്നു. അപ്പോൾ ഇതൊരു ഹോമോലോഗസ് സീരീസ് മെത്തേഡിലാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? പോയിരിക്കുന്നത് അല്ലേ? ആ ഒരു രീതിയിൽ 6ാമത്തെ അംഗത്തിൻ്റെ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കണം. 6ാമത്തെ അംഗമാണ്. ചാടിക്കയറി നമ്മൾ 5ാമത്തെ അംഗം എഴുതരുത്. കാണിച്ചാൽ 4 അംഗത്തിൻ്റെ പേരേ അവിടെ തന്നിട്ടുള്ളൂ. പെട്ടെന്ന് ആൾക്കാർക്ക് തെറ്റാൻ വേണ്ടിയാണ് അവർ 6ാമത്തെ അംഗം എന്ന് പറഞ്ഞ് ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് എല്ലാ കുട്ടികളും അവിടെ ആൻസർ എഴുതാൻ പോകുന്നത് C5H10 H12 ആയിരിക്കും. എന്നുവെച്ചാൽ 4 കഴിഞ്ഞ് പിന്നെ അടുത്തത് 5 ആണെന്ന് അറിയാം. പിന്നെ 2 വീതം കൂടി പോവുകയാണ്. അപ്പോൾ H10 കഴിഞ്ഞാൽ അടുത്ത H12 ആണെന്ന് വെച്ച് C5H12 എഴുതും. ആൻസർ തെറ്റും. അതുകൊണ്ട് നോക്കിക്കോണം, അവിടെ 6ാമത്തെ അംഗത്തിൻ്റെ തന്മാത്ര സൂത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? C6H14 ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ 2 മാർക്ക് നമുക്ക് ആ ഒരു മാർക്ക് കളയേണ്ടതായിട്ട് വരും. ഈ ഹോമോലോഗസ് സീരീസിനെ സൂചിപ്പിക്കുന്ന പൊതുവാക്യം എന്താണ്? ജനറൽ ഫോർമുല അല്ലേ? ജനറൽ ഫോർമുല അവിടെ ഏതായിരിക്കും? CnH2n+2. അതായത് CnH2n+2 എന്നുള്ള ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുലയായിട്ട് നമുക്കവിടെ ഈ ഒരു ഹോമോലോഗസ് സീരീസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനതിലും ഈ ഒരു വീഡിയോയിൽ പാർട്ട് 1 ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ. ഈ ഒരു 16 ചോദ്യങ്ങൾ എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ഇടുക. വിലപ്പെട്ട കമൻറ്റുകൾ എനിക്ക് ഒന്നും കൂടെ വീഡിയോസ് ചെയ്യാനായിട്ടൊരു പ്രചോദനമായിരിക്കും. അപ്പം ഒരിക്കൽ കൂടി എല്ലാവരോടും ക്ലാസ് കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പാർട്ട് 2 ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.